നമസ്കാരം. ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും ശക്തവും മാരകവുമായ ആണവായുധം ഏതാണ്? ഏത് രാജ്യത്തിനാണ് ഇത് സ്വന്തം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളുടെയും ആണവ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ഉയർന്നു വന്ന ചോദ്യമാണ് ഇത്. അതിന് ഉത്തരം പലർക്കും അറിയാവുന്നതുപോലെ റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ബോംബ് റഷ്യയുടെ കൈവശമാണ് ഉള്ളത്. അതിൻ്റെ പേരാണ് സാർ ബോംബ. ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ കൈവശമുള്ള വമ്പന്മാരെ നെറ്റുകളിൽ ആളുകൾ തിരഞ്ഞത്. ആ തിരച്ചിൽ ഒരുപക്ഷെ എത്തി നിന്നത് സാർ ബോംബയിലാകാം. റഷ്യയ്ക്ക് അമേരിക്ക അടക്കമുള്ള വമ്പന്മാർ പോലും പ്രത്യേക സ്ഥാനവും ആദരവും നൽകുന്നതും അവരുടെ പക്കലുള്ള ആണവായുധങ്ങളുടെ ശേഷി കൂടി മനസ്സിലാക്കിയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 1961 സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ച സാർ ബോംബ ഇതുവരെ പൊട്ടിത്തെറിച്ചതിൽ വെച്ച ഏറ്റവും ശക്തമായ ആണവായുധമായി കണക്കാക്കിയിരിക്കുകയാണ്. ഏകദേശം 50 മെഗാടൺ TNT സ്ഫോടന ശേഷിയുള്ള സാർ ബോംബ ഹിരോഷിമയിൽ വർഷിച്ച ബോംബിനേക്കാൾ 3333 മടങ്ങ് ശക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ ഡൽഹി പോലെ ഒരിടത്ത് ഇത് പരീക്ഷിച്ചാൽ ആ പ്രദേശം തന്നെ നാമാവശേഷമാകുമെന്ന് ചുരുക്കം. 100 മെഗാടൺ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സാർ ബോംബയിൽ കൊടിയ ദുരന്തവും കനത്ത ആണവ വീഴ്ചയുടെയും സാധ്യത പരിമിതപ്പെടുത്തുന്നതിനായിട്ടാണ് വൈദ്യുതി പകുതിയായി വിച്ഛേദിച്ചത്. ഈ കുറവ് ഉണ്ടായിരുന്നിട്ടും സ്ഫോടനത്തിന്റെ ഫലമായി 8 കിലോമീറ്റർ വീതിയുള്ള ഒരു അഗ്നിഗോളവും 60 കിലോമീറ്ററിലധികം ഉയരത്തിലെത്തിയ ഒരു കൂൺ മേഘവും രൂപപ്പെട്ടിട്ടുള്ളതായി തെളിവുകളുണ്ട്. ഒരു പ്രധാന നഗരത്തിൽ ഇത് വർഷിച്ചാൽ സാർ ബോംബയ്ക്ക് 35 കിലോമീറ്റർ ചുറ്റളവിലുള്ളതെല്ലാം നശിപ്പിക്കാനും സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ളവ വരെ തകർക്കാനും ശേഷിയുണ്ട്. 1961 ഒക്ടോബർ 30 പ്രത്യേകം സജ്ജീകരിച്ച ഒരു സോവിയറ്റ് Tu-95 ബോംബർ വിമാനം ആർട്ടിക് സമുദ്രത്തിലെ വിദൂര ദ്വീപുകളുടെ ശൃംഖലയായ നോവയ സെംലിയയിലേക്ക് ഇതിന്റെ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ പലപ്പോഴായി ആണവ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. വായു സാമ്പിളുകളും ആണവ വീഴ്ചകളും നിരീക്ഷിക്കാനായി ക്യാമറകളും മറ്റുപകരണങ്ങളും ഘടിപ്പിച്ച ഒരു ചെറിയ വിമാനവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വെറും ഒരു പതിവ് ആണവ പരീക്ഷണം ആയിരുന്നില്ല. വിമാനത്തിന്റെ അടിഭാഗത്ത് ഘടിപ്പിച്ചിരുന്നത് ഒരു തെർമോ ന്യൂക്ലിയർ ബോംബായിരുന്നു. വിമാനത്തിൽ സാധാരണ ഘടിപ്പിച്ചിരുന്ന ഇന്റീരിയർ ബോംബ് ബേയ്ക്കുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലുതായിരുന്നു അത്. സിലിണ്ടർ ആകൃതിയിലുള്ള ഈ ഉപകരണത്തിന് 26 അടി നീളം, അതായത് 8 മീറ്റർ നീളവും ഏകദേശം 59,525 പൗണ്ട്, അതായത് 27 മെട്രിക് ടൺ ഭാരവും ഉണ്ടായിരുന്നു. ആ ആണവ ബോംബിന് ഇസ്ഡെലിയ 602 എന്ന ഔദ്യോഗിക നാമവും കൊടുത്തിരുന്നു. എന്നാൽ അത് ചരിത്രത്തിൽ സാർ ബോംബ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ശീതയുദ്ധത്തിന്റെ മൂർധന്യത്തിൽ സോവിയറ്റുകളും അമേരിക്കയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പ്രതീകമായിരുന്നു സാർ ബോംബയുടെ പരീക്ഷണം. 1961 ജൂണിൽ വിയന്നയിൽ സോവിയറ്റ് നേതാവ് നികിത ക്രുഷ്ചേവും അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ F കെന്നഡിയും തമ്മിലുള്ള ഉച്ചകോടി പരാജയപ്പെട്ടതിന് ശേഷം 1950കളുടെ അവസാനം മുതൽ ഇരു രാജ്യങ്ങളും നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണങ്ങൾക്ക് അനൗപചാരിക മൊറട്ടോറിയം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെ സോവിയറ്റ് സൈനിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ക്രുഷ്ചേവ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. പരീക്ഷണം പുനരാരംഭിച്ചത് സോവിയറ്റ് ആയുധ ഗവേഷകർക്ക് ഒരു ഭീമൻ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നതിനുള്ള ഒരു ആശയം പരീക്ഷിക്കാൻ അവസരം നൽകിയായിരുന്നു. ആറ്റം ബോംബുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ആയുധപുരയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളെക്കാൾ വളരെ വലുതായിരുന്നു അത്. സാർ ബോംബയുടെ പരീക്ഷണം ശീതയുദ്ധത്തിലെ ആയുധ മത്സരത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യന്റെ കൈവശമുള്ള വിനാശകരമായ ശേഷിയുടെയും ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.